സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. ന്യൂസിലൻഡിലെ ജീവിതം സ്ട്രഗ്ലിംഗ് ആണോ എന്നും ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. ന്യൂസിലൻഡിലേക്ക് വരാനായിട്ട് നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതായത് നിങ്ങൾ കരുതി വെച്ച് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. ഇപ്പോഴത്തെ സാഹചര്യം മോശമാണ് എന്നുള്ള ഒരു മെസ്സേജ് മാത്രമാണ് ഞാൻ അതിനകത്ത് ഉദ്ദേശിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ഈ വർക്ക് വിസ കിട്ടി വരുമ്പോൾ അതിനകത്ത് നമുക്ക് എത്ര രൂപ പേയ്മെന്റ് ഉണ്ട്, എത്ര രൂപ സാലറി കിട്ടും എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ ചെലവ് എങ്ങനെയാണ്, ഇവിടുത്തെ ചെലവിനെ കുറിച്ച് അങ്ങനെ ഒരു പരിധി വരെ ആർക്കും തന്നെ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരും ശ്രദ്ധിക്കാതെ ആയിരിക്കും കയറി വരുന്നത്. അപ്പോൾ അവരിലേക്കായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം, നമുക്ക് ആദ്യം കയറി നമ്മൾ ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു വീട് വേണം, അല്ലെങ്കിൽ നമുക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം വേണം. അപ്പോൾ അതിൻ്റെ റെന്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ ന്യൂസിലൻഡിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു സാധാരണക്കാരോട് ഞാൻ പറയുന്നതാണ്. നല്ല ബാങ്ക് ബാലൻസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ബാധകമല്ല. നമ്മൾ നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ന്യൂസിലൻഡിലേക്ക് കയറി വരാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യരുത് ഇവിടെ വന്നിട്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത്, നമുക്കൊരു റൂം റെന്റിന് കിട്ടുമോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ആ റൂമിന് വരുന്ന ചിലവാണ് $200 ആവറേജ് ഒരു റൂമിന് റെന്റായിട്ട് വരും. അതുപോലെ തന്നെ പിന്നെ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ വാട്ടർ ബില്ല്, വൈഫൈയുടെ ബില്ല്, അതുപോലെയുള്ള ചിലവുകൾ, വേസ്റ്റ് ഇടുന്നതിൻ്റെ ഉള്ള വേസ്റ്റൊക്കെ നമ്മളിവിടെ നമുക്ക് തന്നെ കളയാൻ പറ്റില്ല. വേസ്റ്റ് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിന് നമ്മളൊരു ചെറിയ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ചില സ്ഥലത്ത് ഒരു ടാഗ് മേടിക്കാൻ കിട്ടുക, ആ ടാഗ് മേടിച്ച് നമ്മൾ വേസ്റ്റിൽ ഒട്ടിച്ച് വെച്ചാൽ മാത്രമാണ് ഇത് കൊണ്ടുപോകത്തുള്ളൂ. ആ ടാഗിന് ഏകദേശം എല്ലാം പറയുമ്പോൾ കുറച്ച് എമൗണ്ടേ ഉള്ളൂ, പക്ഷെ എന്നാലും നമ്മളിതെല്ലാം കരുതി വെക്കണം. കാരണം നമുക്ക് കിട്ടുന്ന ഓഫർ ലെറ്ററിൽ എത്ര രൂപ സാലറി ആയിട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് കണക്കൂട്ടി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ എത്ര രൂപ അതിന് ചിലവാകും, ആവറേജ് എത്ര രൂപ ചിലവാകും എന്നുള്ളത് കൂടി നമ്മൾ കണക്കുകൂട്ടി വേണം വരാനായിട്ട്. അതുപോലെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആവറേജ് $500 എങ്കിലും ഒരു വീടിന് നമുക്ക് റെൻ്റായിട്ട് വരും. എല്ലാം വീക്കിലി ആണ് വരുന്നത്. വീക്കിലി നമുക്ക് ഒരു $500 റെൻ്റായിട്ട് വരേണ്ടി വരും. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടൊന്നുമല്ല, 2 റൂമും ഒരു ബാത്റൂമും ഒരു അടുക്കളയും കാണും. അതുപോലെയുള്ള ഒരു വീടിനാണ് ഞാൻ പറഞ്ഞത്. ഈ വീക്ക്ലി റെൻ്റായിട്ട് വരുന്നതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ വൈഫൈയുടെ ഒരു $80 അടുത്ത് നമുക്ക് വൈഫൈ വരും. അതൊരു മാസത്തിലാണ് വരുന്നത്. ഈ വൈഫൈയുടെയും കറണ്ട് ബില്ല്, അതുപോലെയുള്ള വാട്ടർ ബില്ല്, ഇതെല്ലാം നമുക്ക് മാസത്തിലാണ് വരുന്നത്. അത് കറണ്ട് ബില്ല് വരികയാണെങ്കിൽ ഏകദേശം ഒരു $200 നമ്മളൊരു ഫാമിലി നിൽക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് $200 അടുത്ത് ഏകദേശം നമുക്ക് ചിലവായിട്ട് വരും. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മുടെ നാട്ടിലെ അരി മേടിക്കണമെങ്കിൽ നമുക്കിവിടെ ഏകദേശം $25 അടുത്ത് വരും. നമ്മൾ പവിഴം അരി, അതേപോലത്തെ ഉള്ള അരികളൊക്കെ ഇവിടെ സാധാരണ കിട്ടും. നമ്മൾ പുഴുക്കലരിയൊക്കെ എല്ലാത്തരം അരി സാമാനങ്ങളെല്ലാം തന്നെ നമുക്ക് ന്യൂസിലൻഡിലും കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില വരുന്നത് ഏകദേശം 10 കിലോൻ്റെ അരിക്ക് നമുക്ക് വരുന്നത് $20-25 മുകളിലേക്കേ വരികയുള്ളൂ. അതിന് താഴേക്ക് വരില്ല. ആവറേജ് $25 അതിന് ചിലവ് വരും. പിന്നെ പാലാണെങ്കിൽ ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറയുന്നത് പാലാണ് എന്ന് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു 3 ലിറ്റർ പാല് നമ്മളിവിടെ മേടിക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു $7 അടുത്ത് ചിലവ് വരും. ന്യൂസിലൻഡിലേക്ക് വരാനിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല ഇത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആരും പറഞ്ഞു തരാനുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് വരാനായിട്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു ചിലവാണ്, നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ ഈ നെറ്റ് അതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കര ചിലവ് കൂടുതലാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. അതായത് നമ്മൾ 1.5 GB ഒക്കെ ആയിട്ടാണ് ഒരു മാസത്തേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത്. 1.5 അതേപോലെ
GB കൂടുന്നതിനനുസരിച്ച് അതിൻ്റെതായ റേറ്റ് കൂടും. പക്ഷെ എല്ലാം ഓരോ മാസത്തേക്ക് നമ്മുടെ പണ്ടത്തെ രീതിയാണ് ഇവിടെ വന്നേക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു 2 GB ഒരു മാസത്തേക്കുള്ളത് ചെയ്യണമെങ്കിൽ ഒരു ഏകദേശം ഒരു $25 അടുത്ത് അതും ചിലവായിട്ട് വരും നമ്മുടെ മൊബൈലിൽ ഡേറ്റ എടുക്കണമെങ്കിൽ. ആ മൊബൈൽ ഡേറ്റ ഈ 2 GB ഒക്കെ നമുക്ക് എന്തോരം ചിലവ് വരും എന്നറിയാലോ. അത് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വൈഫൈ ഓൾറെഡി എടുക്കേണ്ടതായിട്ട് വരും. അത് കൂടാതെ നമ്മൾ മൊബൈലിലും നെറ്റ് ചാർജ് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകുന്നത് എല്ലാം മൊബൈലിലെ ആപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. വഴി കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യം വരുന്ന ആർക്കും തന്നെ ഒരു നിശ്ചയം ഉണ്ടായിരിക്കില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് നമുക്ക് നെറ്റിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ കോള് വരുന്നെങ്കിൽ കോള് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമുണ്ട്. പുറത്ത് പോകുമ്പോൾ നമ്മുടെ വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കണമെങ്കിൽ നെറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ബസ്സിനാണ് പോകുന്നതെങ്കിൽ ബസ്സിന് ഏകദേശം നമ്മളൊരു 5 കിലോമീറ്ററൊക്കെ പോകുന്നതിന് ഒരു $4 അടുത്ത് ചിലവ് വരും. അപ്പോൾ ഇതെല്ലാം കൂട്ടി വരുമ്പോൾ എങ്ങനെ വന്നാലും ഒരു ഫാമിലി ഇവിടെ വരികയാണെങ്കിൽ ആ ഫാമിലിക്ക് ഒരു $800 അടുത്ത് എങ്ങനെ വന്നാലും ചിലവ് വരും. അത്യാവശ്യം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു വീട്ടുകാരാണെങ്കിൽ $800 മുകളിൽ എന്തായാലും ചിലവ് വരും. അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ നമ്മളൊന്ന് പുറത്തു പോയി ഒന്ന് ഫുഡ് കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. ഇതിനെല്ലാം പുറമേ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാലറി, ആ സാലറിയുടെ ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു $1500-1600 ഒരു മാസം നമുക്ക് സാലറി, അല്ല ഒരു മാസം പോയിട്ട് ഒരാഴ്ചയിൽ നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു $250-300 അടുത്ത് ഇവർ ടാക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്, ഈ സാഹചര്യങ്ങളിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ നമ്മൾ കുറച്ചിട്ട് വേണം നമ്മൾ കണക്ക് കൂടാൻ. നമുക്ക് ഇത്ര പൈസ അവർ ഓഫർ ലെറ്റർ തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ അതിനകത്ത് ടാക്സ് നമ്മൾ പൈസ കൂടുന്നതിനനുസരിച്ച് ടാക്സിൻ്റെ റേറ്റും ഇവിടെ വ്യത്യാസമുണ്ട്. 2000-2500 മുകളിലേക്ക് പൈസ മീൻസ് ഡോളർ സാലറി ആയിട്ടുണ്ടെങ്കിൽ 2500 മുകളിലേക്കൊക്കെ നമുക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവർ ടാക്സ് റേറ്റും പിടിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് കൂടുതലായിട്ടൊന്നും അപ്പോൾ കിട്ടത്തില്ല. വീണ്ടും അതേപോലെ റേറ്റ് പിടിച്ച് അവർ ഈ സാലറി നമ്മൾക്ക് കിട്ടുന്നത് കുറവായിരിക്കും. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് ന്യൂസിലൻഡിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു കാറ് വാങ്ങേണ്ടതായിട്ട് വരും. നമുക്ക് ന്യൂസിലൻഡിൽ വന്നു കഴിയുമ്പോൾ എന്തായാലും ഒരു കാറ് മേടിക്കേണ്ടതായിട്ട് വരും. കാരണം കാറില്ലെങ്കിൽ നമുക്കിവിടെ ഹാൻഡിക്യാപ്ഡ് ആള് നടക്കില്ല, അതേ അവസ്ഥയാണ്. വേറെ ഒന്നും സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇതേപോലെ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരിസരത്തുള്ള ഈ ഗ്രാസ് ഉണ്ടല്ലോ, ഈ പുല്ലൊക്കെ നമ്മൾ വീടിൻ്റെ പരിസരത്തുള്ള പുല്ല് വെട്ടേണ്ടത് നമ്മൾ സ്വയം തന്നെയാണ് വെട്ടേണ്ടത്. അത് ഇത്ര അളവിൽ കൂടുതൽ അത് വളർന്ന് പൊങ്ങാനായിട്ട് ഇവർ അനുവദിക്കില്ല. അതിന് മുമ്പ് നമ്മൾ അത് വെട്ടി ക്ലീൻ ചെയ്തോളണം എന്നൊക്കെയാണ് ഇവിടുത്തെ ഒരു നിയമം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ന്യൂസിലൻഡിലേക്ക് വരുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. ന്യൂസിലൻഡ് വളരെ നല്ലൊരു രാജ്യമാണ്, നല്ല സൗന്ദര്യമാണ് ന്യൂസിലൻഡിന്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.